ശ്വാസം മുട്ടൽ എന്ന ഒരു ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവപ്പെടുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. ചിലപ്പോൾ പാരമ്പര്യമായി അവർക്ക് കിട്ടുന്നതായിരിക്കാം ആസ്മ എന്ന രോഗം, ചിലപ്പോൾ അതിന് ശേഷം വന്നതായിരിക്കാം. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്, ഏത് രീതിയിലായിരിക്കും നമുക്കതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തൃഷ്ണ, സമത്വം നാച്ചുറോപ്പതി. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു അനീഷ. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മിക്കവാറും ഉള്ള ഒരു കൺസേൺ ആണ് ഈ ഒരു ആസ്മ എന്ന് പറയുന്നത്. പൊതുവേ ഉണ്ട്, എല്ലാവരിലും ഉണ്ട്, വളരെ കോമൺ ആണ്. ചില പേർക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ ആസ്മ, അതായത് ജനിച്ചപ്പോഴേ ആസ്മ ഉള്ള രോഗികളുണ്ടാവും. മറ്റു ചിലർക്ക് പനി വന്നിട്ടോ അല്ലെങ്കിൽ എന്നും ഈ ഈസ്നോഫിലിയോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഡിസീസസ് വന്നിട്ട് ആസ്മയിലേക്ക് കടക്കുന്ന ഇൻഹേലറൊക്കെ യൂസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് തരത്തിൽ ഇങ്ങനെ ഈ ഒരു ആസ്മ വരുന്നത്, നമുക്ക് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ആസ്തമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്വാസകോശ സംബന്ധമായിട്ട് നമ്മുടെ ഒരു അലർജിയാണ് ശരിക്കും പറഞ്ഞാൽ ആസ്തമ. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം അനീഷയ്ക്ക് ഒരു പൊടി തട്ടിക്കഴിഞ്ഞാൽ അനീഷ 2 പ്രാവശ്യം തുമ്മുമായിരിക്കും. തുമ്മി കഴിയുമ്പോൾ അത് നിൽക്കും. പക്ഷെ ആസ്മ ഉള്ളവർക്കോ അല്ലെങ്കിൽ അലർജി ഉള്ളവർക്കോ പൊടി അല്ലെങ്കിൽ ഇങ്ങനത്തെ അലർജൻസ് എന്തെങ്കിലും എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് 1 പ്രാവശ്യം തുമ്മുന്നതിന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ റിയാക്ഷൻ നടക്കും. അപ്പോൾ തുമ്മൽ നമ്മൾ റൈനൈറ്റിസ് എന്ന് പറയുമെങ്കിലും ആസ്മയിലാകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ശ്വാസകോശം എന്ന് പറഞ്ഞാൽ മൂക്ക് മുതൽ നമ്മുടെ ലങ്സ് വരെയാണ്. അപ്പോൾ ലങ്സിലേക്ക് എത്തുന്ന ബ്രോങ്കൈ, ബ്രോങ്ക്യൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക പാത്വേ ഉണ്ട്. അത് കൺസ്ട്രിക്റ്റഡ് ആവും, അത് ചുരുങ്ങുന്നു. അപ്പോൾ അത് ചുരുങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പൊടിയോ അല്ലെങ്കിൽ വല്ല അലർജൻ കോമൺ ആയിട്ടും ഇപ്പോൾ സമ്മർ സീസൺ ആണെങ്കിൽ പൊടി, ഡസ്റ്റ്, പോളൻ അതൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പം ഈ മഴ പെയ്യുന്ന സമയത്താകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അലർജൻസി ഈ മോൾഡില്ല, അതായത് ഈർപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഫംഗസ് വരും. അപ്പോൾ അതിനെ ശ്വസിച്ചാൽ നമുക്ക് അലർജി ട്രിഗർ ചെയ്യും. പലപ്പോഴും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അതാണ്. നമ്മൾ യൂഷ്വലി ആരും അതിനെക്കുറിച്ച് ആലോചിക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു അലമാരി തുറക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരില്ലേ, അതാണ് ചിലപ്പോൾ കുറെ ആൾക്കാർ ഈ എ സി ഒക്കെ എപ്പോഴും 6 മാസത്തിൽ ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറയുന്നില്ല. അപ്പൊ അതുവഴി വേണമെങ്കിലും നമ്മൾ എപ്പോഴും എ സിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കാരണം എ സിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിൽ ആ ഒരു എന്താ പറയുന്ന ഒരു ഇൻഫെക്ഷ്യസ് എൻവയൺമെന്റ് അവിടെ തന്നെ നിൽക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഇതാണ്, ആ കോൾഡ് എയർ ഭയങ്കര ഡ്രൈ ആ. അപ്പം നമ്മുടെ മൂക്കിലെ മ്യൂക്കസ് മെമ്പറിനെ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അപ്പോൾ ആ ഡ്രൈനെസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലതല്ല. ഇതിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ശ്വസിക്കുമ്പം ശ്വാസകോശം എന്ത് ചെയ്യുന്ന അവിടെ മൂക്കിനകത്ത് ചെറിയ രോമങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ കെമിക്കൽ ഞാൻ ഉദ്ദേശിക്കുന്ന ശ്വസിച്ച വായിലുള്ള പൊടിയാകാം, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് ആകാം, ഒരു ബാക്ടീരിയോ വൈറസും ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു സ്പോർട്സ് ആകും, ഫംഗസിന്റെ സ്പോർ, ഇങ്ങനെ എന്തെങ്കിലും ആകാം. ഇത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിലെ ആ രോമങ്ങൾ ഇതിനെ അത് ബ്ലോക്ക് ചെയ്ത് തന്നെ പുറന്തള്ളുമ്പോഴാണ് നമ്മൾ മൂക്ക് തുമ്മൽ വന്ന് ഇതങ്ങ് പോകുന്നത്. പക്ഷേ അവിടെ ശരിക്കും മ്യൂക്കസ് മെമ്പറീൻ ഇല്ല, അല്ലെങ്കിൽ ഈ മ്യൂക്കസ് എന്ന് പറയുന്ന ആ ഒട്ടുന്ന നമ്മുടെ മൂക്കളാന്നൊക്കെ നമ്മൾ പറയുന്നത് അതില്ലെങ്കിൽ എന്ത് പറ്റും, ഇത് ഒട്ടിപ്പിടിക്കില്ല, ഇത് നേരെ ഉള്ളിലേക്ക് കടക്കും. അപ്പം നമുക്ക് ആ പ്രോപ്പർ മ്യൂക്കസ് സെക്രീഷൻ ഇല്ലെങ്കിലും നമുക്ക് ഇത് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ ആവാനോ അല്ലെങ്കിൽ ഒരു അലർജിക് റിയാക്ഷനോ ഉണ്ടാവാനായിട്ട് കാരണമാകും. ഇത് ഈ പൊടിയാണോ നമ്മുടെ ശ്വാസകോശത്തിൽ തടഞ്ഞു നിന്നിട്ടാണോ നമുക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു കെമിക്കലിന് എന്താ വെച്ചാൽ ഓൾഫാക്ടറി നെർവ്സ് പറയും, അതായത് നമ്മുടെ മൂക്കിനകത്ത് ചില നാഡികളുണ്ട്, ഇത് ഡിറ്റക്ട് ചെയ്യും, ഇത് ടോക്സിക് ആണോ ഡേഞ്ചറസ് ആണോ അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് പുറത്ത് കളഞ്ഞാൽ മതിയൊന്ന്. പക്ഷെ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. കാരണം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് മോശമാണെങ്കിൽ ഉടനെ അവിടെ എന്താ പറയുന്നത് ബ്ലഡ് സപ്ലൈ കൂടും, WBC നമ്മുടെ പ്രതിരോധത്തിനുള്ള സെൽസ് എല്ലാം കൂടും. എന്തിനാണ് അവർ ഇങ്ങനെ സോൾജേഴ്സിനെ പോലെയല്ലേ, എവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരവിടെ എത്തും, അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഇൻഫ്ലമേഷൻ. അപ്പോൾ അവിടെ എന്തൊരു നീർക്കെട്ടുണ്ടാവും. അപ്പോൾ മൂക്കിനകത്തും നമ്മുടെ ഫുൾ ശ്വാസകോശത്തിനകത്തും അങ്ങനെ നീര് കെട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് എന്ത് പറ്റും, ഇത് ചുരുങ്ങും. കാരണം എന്തിനാ ചുരുക്കുന്നത്, ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇത് കൂടുതൽ ഉള്ളിലേക്ക് പോയി നമ്മുടെ ലങ്സിനകത്ത് ലോഡ്ജ് ചെയ്താൽ നമുക്ക് ന്യൂമോണിയ വരും. മനസ്സിലായി, ഇറ്റ്സ് മോർ ഡേഞ്ചറസ്. അപ്പോൾ പുറത്ത് വെച്ച് തന്നെ ഇതിനെ കൺസ്ട്രിക്ട് ചെയ്ത് അതിനെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനായിട്ടാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. മനസ്സിലായി, ഇത് ചുരുങ്ങുന്നുണ്ട്, ശ്വാസകോശം ചുരുങ്ങുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ത് പറ്റും,
ഈ ഈ പറഞ്ഞ കണക്ക് മ്യൂക്കസ് സെക്രീഷൻ കൂട്ടും, കാരണം ഇതിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മ്യൂക്കസ് സെക്രീഷൻ കൂട്ടുമ്പോൾ എന്ത് പറ്റും, നമുക്കിങ്ങനെ കഫമുഴം കെട്ടിയിരിക്കുന്ന ഒരു ഫീലിംഗ് വരത്തില്ലേ, അതെല്ലാം ഈ മ്യൂക്കസ് സെക്രീഷൻ കൂടുന്നതുകൊണ്ടാണ്. അതാണ് ഇപ്പൊ പിന്നീട്, അതായത് ഈ ഒരു ആസ്മ ഇല്ലാത്ത രോഗികൾക്ക് പിന്നെ ഈ ഒരു അല്ലെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു വന്നിട്ട് അതിനുശേഷം ഈ തുമ്മലും ജലദോഷവും പനിയും ഒക്കെ വന്നതിന് ശേഷം വീണ്ടും ആസ്മ എന്ന് പറയുന്നത് ആകാൻ സാധ്യതയുണ്ട്. അപ്പം അതെങ്ങനെ വെച്ചിട്ട് അനീഷ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് പാരമ്പര്യമായിട്ട് ജനറ്റിക് ആയിട്ട് കിട്ടിയത്, അതിലേക്ക് ഞാൻ വരുമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പാരമ്പര്യമായിട്ട് വരുമ്പോ എങ്ങനെയായിരിക്കും അത്? പാരമ്പര്യം നമുക്ക് ഓൾറെഡി ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങനെ പ്രൈംഡ് ആണ്, അതിന്റെ ടെൻഡൻസി ഉണ്ട് ഇങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട്, മനസ്സിലായി, നമ്മുടെ ജനിതകമായിട്ടുള്ളതാണ്. പക്ഷെ ഈ അനീഷ പറഞ്ഞ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്നും എക്സ്പോഷർ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആള് എന്നും ഈ ടോക്സിൻസിന് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ പുള്ളിക്ക് നിരന്തരമായിട്ട് ഈ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. കാലക്രമേണ ഇത് പിന്നെ ബോഡിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പരിധിയിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്കും വരാം. അപ്പൊ നമ്മളിപ്പോ ഇൻഡസ്ട്രിയൽ ഇതിലൊന്നും അല്ല ജീവിക്കുന്നത്, പക്ഷെ നമുക്ക് എങ്ങനെ റിക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ, വൈറൽ ഇൻഫെക്ഷൻസ്, അപ്പൊ ഈ വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ വരുന്ന സമയത്ത് ബോഡി ഇതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നത്, മനസ്സിലായി. അപ്പൊ നിരന്തരം എക്സ്പോഷർ വരുന്ന സമയത്ത് ബോഡിയുടെ റെസ്പോൺസ് ഓവറായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് IgE എന്ന് പറയുന്ന ഒരു ഇമ്യൂണോഗ്ലോബുലിൻ, അത് ആന്റിബോഡിയാണ്. അത് ഈ ബോഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻഫെക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് റെഡിയാക്കി വെച്ചേക്കും, അടുത്ത പ്രാവശ്യം ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാം. അപ്പം ആന്റിബോഡീസ് എലിവേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ആന്റിബോഡീസ് മിക്കവാറും എലിവേറ്റഡ് ആയിട്ട് കാണും. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെ അലർജൻ എക്സ്പോഷർ വന്നാൽ ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് പറ്റും, ആന്റിബോഡീസ് കൂടും കൂടി കഴിഞ്ഞ് ഓവർ റിയാക്ഷൻ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിയാക്ഷൻ. അതിനാണ് നമ്മൾ ഹൈപ്പർ റെസ്പോൺസിവ്നെസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ ഹൈപ്പർ റെസ്പോൺസിവ്നെസ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് നമുക്ക് ഇവിടെ വേണേൽ പറയാം. നമുക്ക് ഓവറായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു ആസ്മ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഈ രാത്രിയൊക്കെ എണീച്ചിരുന്ന് ചുമക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പം അവർ എങ്ങനെയാണ് ആ ഒരു ചുമ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു ശ്വാസം മുട്ടലിലേക്ക് പോകാനുള്ള ചാൻസ്? നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു റിക്കറന്റ് ഇൻഫെക്ഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നവർക്ക് ഇത് പിന്നീട് ഒരു ആസ്മാറ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് പൊടിയിൽ എക്സ്പോഷർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഭിത്തിയിലുള്ള ഈർപ്പത്തിന് എക്സ്പോഷർ ഉള്ളവർക്ക് കാലക്രമേണ ഇതൊരു ആസ്മ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണോ? ആരെയായിരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്യണം? നമ്മൾ സിവിയറിറ്റി നോക്കണം. കാരണം നമുക്ക് തീരെ ശ്വാസം വിടാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കാരണം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഒരു എമർജൻസി സിറ്റുവേഷൻ, അപ്പൊ തന്നെ നമ്മൾ ഡോക്ടറിനെ കാണണം. പക്ഷെ ചെറിയൊരു തുമ്മലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. ഇതൊരു സിവിയർ ആവാതിരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെയും നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്ന് ഇരിക്കട്ടെ, നമ്മുടെ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാതിരിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഈ ആസ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യാൻ നമ്മുടെ ശ്വാസകോശം മാത്രമല്ല നമ്മുടെ ഡൈജഷനും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡും ചില ഫുഡുകൾ നമ്മുടെ കഫക്കെട്ട് കൂട്ടാറുണ്ട് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, തൈരോ അല്ലെങ്കിൽ ഒരു പാലോ ഒക്കെ കുടിക്കുന്ന സമയത്ത് കഫം കൂടും നമ്മുടെ ശരീരത്തിൽ. അപ്പം അങ്ങനത്തെ ഡയറി പ്രോഡക്ട്സ് ഒഴിവാക്കുന്നതാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ദഹനത്തിന് നമുക്ക് മോര് നല്ലതല്ലേ, തൈര് നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മോരൊക്കെ കുറച്ച് ഡൈല്യൂട്ടഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല. എങ്കിലും ഉച്ച സമയത്ത് എന്തെങ്കിലും, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മാറി വരുന്ന സമയത്ത് മഴക്കാലത്തൊക്കെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ തൈരോ മോരോ ഒക്കെ കൂട്ടുക, രാത്രി ലേറ്റ് ആയിട്ട് കൂട്ടാണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു തണുപ്പെന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും. അതെ, തണുത്ത കാലാവസ്ഥ, അതായത് പിന്നെ ഇപ്പൊ മഴക്കാലം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മഴക്കാലത്തൊക്കെ ആസ്മ എന്ന് പറയുന്ന രോഗം കൂടാനുള്ള സാധ്യതയുണ്ട്. മഴക്കാലം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് ഒരു എക്സ്പോഷർ വന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് മഴക്കാലത്തിനെക്കാട്ടിലും നമുക്ക് തീരെ തണുപ്പ് വരത്തില്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് വരുമല്ലോ നമ്മുടെ ഡിസംബർ കാലഘട്ടത്തിൽ. ആ സമയത്താണ് പിന്നെയും അത് ട്രിഗർ ചെയ്യാനായിട്ടും കൂടെ ഒരു കാരണം വരുന്നത്. അപ്പൊ അത് ഡിപ്പെൻസ് ഏത് ടൈപ്പ് ആണെന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഏത് സീസണിലാണ് ഇത് കൂടുന്നതെന്ന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? അപ്പൊ ഈ ഒരു കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള നേരത്തെ പ്രിക്കോഷൻസ് എടുക്കാമല്ലോ. അപ്പൊ എങ്ങനെ ചെയ്യാം? അപ്പം അതിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഫുഡ് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഡയറി പ്രോഡക്ട്സ്, പാൽ ഉൽപ്പന്നങ്ങളും കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻഫ്ലമേഷൻ ആണ് ഇതിന്റെ റിയാക്ഷൻ അല്ലേ? അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്യാം. എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഭക്ഷണത്തിൽ ഒരുപാട് ഇഞ്ചി,
ജിഞ്ചറോൾ എന്ന് പറയുന്ന ഇഞ്ചിയിലൊരു ഇത് നമുക്ക് ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. നമ്മുടെ മഞ്ഞൾപ്പൊടിയിലെ ടേമറിക്കിലെ കുർക്കുമിൻ അത് ഭയങ്കര സ്ട്രോങ് ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അപ്പോൾ അതൊക്കെ ധാരാളം നമുക്കൊരു എപ്പിസോഡ് വരുന്നതിന് മുമ്പേ ഇതൊക്കെ ധാരാളം, പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്തില്ലേ, അപ്പോൾ ധാരാളം നമ്മൾ ഉപയോഗിക്കുക ഭക്ഷണത്തിൽ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തണുപ്പാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കോൾഡ് ശരിക്കും പറഞ്ഞാൽ ഈ റിയാക്ഷനെ ട്രിഗർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേ കോൾഡ് ആവുന്ന സമയത്ത് സ്റ്റീം ഇൻഹലേഷനൊക്കെ നേരത്തെ എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പം ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ നമുക്കറിയാം മഴക്കാലം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു പ്രശ്നം വരും. എന്നാൽ ആ സമയത്തിന് പ്രിക്കോഷണറി ആയിട്ട് സ്റ്റീം ഇൻഹലേഷൻ എടുക്കുവാണെങ്കിൽ വാമാണ്, നമ്മൾ ചൂടും അതിലെ മോയിസ്റ്റ് ഹീറ്റാണ്, അതായത് നമുക്ക് ഹ്യൂമിഡിഫൈ ചെയ്യാൻ പറ്റുന്നൊരു ഹീറ്റും ആയതുകൊണ്ട് പെട്ടെന്ന് ഈ ലോഡ്ജ് ചെയ്തതിന് നമുക്ക് കളയാനും പറ്റും, നമുക്ക് ആ ശ്വാസകോശം ചുരുങ്ങുന്നതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ആസ്മ വന്ന് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ഒരിക്കലും ജീവിതകാലം മുഴുവൻ അവർക്ക് ആസ്മ അത് എന്ത് കാരണം കൊണ്ടാണ് വരുന്നതിന് അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു നിരന്തരമായിട്ട് നമുക്ക് എക്സ്പോഷർ ഉള്ള ആളാണെങ്കിൽ ആ എൻവയൺമെന്റിൽ തന്നെ നമ്മൾ വീണ്ടും താമസിക്കുമ്പോൾ വീണ്ടും വരും നമുക്ക്. പക്ഷെ അതിനെക്കാട്ടിലും നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്ന് അസസ് ചെയ്യും എന്തൊക്കെയാണ് ഇതിന്റെ ട്രിഗർ ഫാക്ടേഴ്സിന്. അതെല്ലാം ലൈഫ് സ്റ്റൈലിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വരേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നെ നമുക്ക് തീവ്രമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മെഡിസിനും അങ്ങനത്തെ കാര്യങ്ങൾ ഇൻഹേലറൊക്കെ എടുക്കേണ്ടി വരും, കാരണം തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അത്രയും നമ്മൾ പോകാനായിട്ട് അനുവദിക്കണ്ട, അതിനു മുമ്പേ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫുഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പിന്നെ ഈ സ്റ്റീം ഇൻഹലേഷൻ്റെ കാര്യം പറഞ്ഞു. അത് കൂടാണ്ട് നമുക്കറിയാം നമുക്ക് അലർജി ടെൻഡൻസി ഉള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ്ഡ് ആവാതെ പ്രിവെന്റ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ റൂമിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. പിന്നെ ഇപ്പം നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ഹെപ്പ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ, ഹെപ്പ ഫിൽറ്റർ എന്ന് പറയും. അത് നമ്മുടെ റൂമിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ഇങ്ങനത്തെ ഇറിറ്റേറ്റിംഗ് അലർജൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്പോഷർ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആൾക്ക് അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റും. പിന്നെ അനിഷ വേറൊരു കാര്യമുണ്ട്, പൊല്യൂഷൻ ഇതിൽ ഭയങ്കര ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഡൽഹിയിലൊക്കെ ഉള്ള ആൾക്കാർ ശരിക്കും ആലോചിച്ച് നോക്കണം, അവർ 24/7 എക്സ്പോസ്ഡ്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ നമ്മുടെ പോളിസി മേക്കേഴ്സ് അത് ചെയ്യണം. പക്ഷേ നമുക്ക് പേഴ്സണലി എന്ത് ചെയ്യാൻ പറ്റും, അവിടെയാണ് നമുക്ക് ബ്രീതിങ് എക്സസൈസസ്, പ്രാണായാമം, ഇതൊക്കെ ഭയങ്കര ഇഫക്റ്റീവാണ്. കാരണം ഇതുകൊണ്ട് നമുക്ക് ലങ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അപ്പം സാധാരണ ഇപ്പം ശരാശരി ഒരാളിരുന്ന് ശ്വസിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസകോശത്തിന് 3 തട്ടാണ് ഉള്ളത്, 3 ലോബ്സ്. പലപ്പോഴും നമ്മൾ 3 ലോബ്സും ഉപയോഗിക്കാറില്ല ശ്വസിക്കാനായിട്ട്, നമ്മൾ കുറച്ചേ ശ്വസിക്കുള്ളൂ. മോളെ വളരെ കുറവാണ്. നമ്മളിപ്പോ ശ്വസിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു ഇതിലേ പോകത്തുള്ളൂ, വലിയ ലോങ് ആയിട്ടൊന്നും എടുക്കത്തില്ല. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യണം അല്ലേ. അത് മാത്രമല്ല മിക്ക ആൾക്കാരും ഇപ്പോൾ ഫോൺ നോക്കി കുനിഞ്ഞായിരിക്കുന്നത്, അപ്പം നമ്മുടെ വളഞ്ഞല്ലേ ഇരിക്കുന്നത് നട്ടില്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോസ്ചർ ഇല്ലെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് ബ്രീത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പോസ്ചറൽ കറക്ഷൻ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പല കുട്ടികളിലും കാണുന്ന വെച്ചാൽ അവർക്ക് സ്കോളിയോസിസ് ഉണ്ട്, അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുകയുള്ളൂ, സ്ലൗച്ച്ഡ് ആയിട്ട്. അപ്പോൾ ശ്വാസകോശത്തിന് വികസിക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പം കുറഞ്ഞു വരും, പ്രത്യേകിച്ച് വളരുന്ന പ്രായത്തിൽ. നമ്മളൊക്കെ ഫുൾ ഗ്രോത്ത് ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ പോസ്ചർ കറക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ബ്രീതിങ് എക്സസൈസസ് എല്ലാവരും പഠിക്കണം. ഞാൻ പറയുന്ന അസുഖമുള്ളവരെ മാത്രമല്ല, ബിക്കോസ് നമ്മളൊന്ന് ആലോചിക്കണം, നമുക്ക് ഇത്ര വോളിയൂമിൽ എല്ലാ മിനിറ്റിലും നമ്മൾ ഇത്രയും ബ്രീത് ചെയ്യല്ലോ, ഒരു 16 to 20 ടൈംസ് നമ്മൾ ബ്രീത് ചെയ്തു. നമുക്ക് അതിനെ കുറച്ചൊരു 12 ആക്കുകയാണെങ്കിൽ ബോഡിക്ക് അത്ര എഫേർട്ട് കുറഞ്ഞു. അതായത് 12 പ്രാവശ്യം നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ 20 പ്രാവശ്യത്തിന്റെ ഗുണം കിട്ടുകയാണെങ്കിൽ 12 പ്രാവശ്യം ശ്വസിക്കുന്നതല്ലേ നല്ലത്. അപ്പം നമ്മൾ ബ്രീതിങ് എക്സസൈസസ് എല്ലാവരും പഠിക്കണം. അതിന് ആസ്മാറ്റിക്സിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയും ഡയഫ്രമാറ്റിക് ബ്രീതിങ്, അതായത് വയറിങ്ങനെ പുഷ് ചെയ്തിട്ട് അകത്തോട്ട് വലിക്കുന്നത്. അപ്പം നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ലങ്സ് നല്ലതായിട്ട് വികസിക്കും. അപ്പോൾ ഡയഫ്രം താഴത്തോട്ട് പുഷ് ചെയ്യും. അങ്ങനെ കുറേ മെക്കാനിസംസ് ഉള്ളിൽ നടക്കും. അപ്പോൾ അത് ഡയഫ്രമാറ്റിക് ബ്രീതിങ് ഭയങ്കര ഇഫക്റ്റീവാണ്. പിന്നെ നമ്മൾ യോഗയിലൊക്കെ ഫുൾ യോഗിക് ബ്രീതിങ് എന്ന് പറയും, അതായത് നമ്മുടെ 3 തട്ടുകളെയും കോൺഷ്യസ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അത് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. എനിക്ക് പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പിന്നെ ഒരു എപ്പിസോഡ് വരാതെ നമുക്ക് പറ്റിയിട്ടുണ്ട്, ബെറ്റർ ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. പിന്നെ സ്ട്രെസ് ഇതിന് ഭയങ്കര ഒരു ഫാക്ടർ ട്രിഗർ ചെയ്യാനായിട്ട്. പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ അല്ലെ, പെട്ടെന്നൊരു ന്യൂസ് കേൾക്കുന്നു, ആളാവുമ്പോ പെട്ടെന്ന് ഇൻഹേലർ എടുക്കുന്നു. അതെ. അപ്പൊ സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്യും. കാരണം സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ട്രിഗേർഡ് ആവും. അപ്പൊ ആ സമയത്ത് ബോഡിയിൽ കുറെ റിയാക്ഷൻസ് നടക്കും. ഈ സ്ട്രെസ്സിനെ അതൊരു പ്രൊട്ടക്റ്റീവ് ആണ് ശരിക്കും, നമ്മുടെ സ്ട്രെസ്സിനെ ഒന്ന് അഭിമുഖീകരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അപ്പം
ശ്വാസകോശം നമുക്കറിയാലോ ബ്രീതിങ് റേറ്റ് കൂടും, ഷാലോ ബ്രീതിങ് ആവും. അപ്പോൾ സ്ട്രെസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ ഹൈപ്പർ വെന്റിലേഷനിലേക്ക് പോകാതെ, അതായത് ശ്വാസം സ്പീഡി എടുത്ത് പോകാതെ നമ്മൾ ഡീപ്പായിട്ട് സ്ലോ ആയിട്ട് ബ്രീത് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. ഈ ഒരു ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാണായാമം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഹേലർ ഒരു കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. ഇൻഹേലറിന്റെ റോൾ എന്ന് പറഞ്ഞാൽ അത് കെമിക്കലി ഈ ഒരു റിയാക്ഷനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഫിസിക്കലി അതിന്റെ നമുക്ക് ആ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ മാറ്റാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അഗൈൻ അത് സിവിയറിറ്റി അനുസരിച്ചിട്ടിരിക്കും. പക്ഷെ എല്ലാവരും തന്നെ ആസ്മ ഉള്ള എല്ലാവരും ഇൻഹേലർ ഉപയോഗിക്കുന്നവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ബ്രീതിങ് എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അനിഷ പറഞ്ഞ വേറൊരു കാര്യം, പലപ്പോഴും നമ്മൾ ഓവർലുക്ക് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഓവറോൾ അലർജി ഇൻഡെക്സ്. അതായത് ചില പ്രകൃതിക്കാർക്ക് പല കാര്യങ്ങളോട് അലർജി ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം ചെറിയ ആൾക്കാർ പറയും ഷെൽഫിഷ് അല്ലേ, കൊഞ്ചു കഴിച്ചപ്പോഴത്തേക്ക്, ഞണ്ട് കഴിച്ചപ്പോഴത്തേക്ക് അല്ലേ ഒരു റിയാക്ഷൻ വന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് മൾട്ടിപ്പിൾ തിങ്സിനോട് അലർജി കാണും. ഫുഡിനോട് മാത്രമല്ല ഈ പൊല്യൂട്ടൻസിനോട് അല്ലെങ്കിൽ എയറിലുള്ള പാർട്ടിക്കിൾസിനോട് അലർജി കാണും. അപ്പോൾ അലർജീനെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പം നമ്മളിപ്പം പലപ്പോഴും പറയാറില്ലെന്ന് വെച്ചാൽ ഫുഡ് അലർജൻസും നമ്മൾ അതിനെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് മാറ്റണം. കാരണം അത് ഇവൻച്വലി ശ്വാസകോശത്തിനെ ഒരു റിയാക്ഷൻ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫങ്ഷണൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലീക്കി ഗട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ദഹന പ്രക്രിയയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയ ഹെൽത്തി ബാക്ടീരിയ അല്ലെങ്കിൽ ആ അൺഹെൽത്തി ബാക്ടീരിയ ടോക്സിൻസ് റിലീസ് ചെയ്യും. ഈ ടോക്സിൻസ് രക്തത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അതും നമ്മുടെ ബോഡിയിൽ നിന്ന് റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ടോക്സിക് ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പം റിമൂവ് ചെയ്യേണ്ട ഭാഗമായിട്ട് നമ്മൾ പ്രോബയോട്ടിക്സ് കഴിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് നമ്മളിപ്പം പറഞ്ഞാൽ തൈര്, മോര് അല്ലെങ്കിൽ കിംചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ, കൊമ്പുച്ച അല്ലേ, ഇതൊക്കെ നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആസ്മാറ്റിക്സിന് ആസ് സച്ച് നമുക്ക് ഇതും കൂടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് നമുക്ക് കുറച്ചുകൂടെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആസ്മ ഉള്ള ആൾക്കാർ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ബ്രീത്തിങ് എക്സസൈസ് ആണ് മെയിൻ അല്ലേ. നമുക്ക് ഒരു പരിധി വരെ എന്നല്ല, ആസ്മ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ തന്നെ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് സാധിക്കുമെന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ മറ്റൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും എത്തിയാലോ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.